സൂര്യദേവൻ പ്രധാന മൂർത്തിയായി ആരാധിക്കപ്പെടുന്ന കേരളത്തിലെ ഏക ക്ഷേത്രത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തിക്കടുത്ത് ഇരവിമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ആദിത്യപുരം സൂര്യക്ഷേത്രം. ആദിത്യപുരം സൂര്യനാരായണ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. ത്രേതായുഗത്തിൽ സൂര്യഭഗവാന്റെ വിഗ്രഹം സമർപ്പിക്കപ്പെട്ടു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മരങ്ങാട്ടുമനയിലെ മഹാതപസ്വിയായിരുന്ന ഒരു പൂർവികൻ സൂര്യദേവനെ പ്രസാദിപ്പിക്കുവാനായി ധ്യാനം നടത്തി. അദ്ദേഹത്തിന്റെ ഭക്തിയിൽ സംതൃപ്തനായ സൂര്യഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ആ സ്ഥലത്ത് ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അന്നു മുതൽ പതിവ് പൂജകളും അനുഷ്ഠാനങ്ങളും ആരംഭിച്ചു. വൃത്താകാരമായ ശ്രീകോവിലിൽ പടിഞ്ഞാട്ട് ദർശനമായാണ് സൂര്യദേവ പ്രതിഷ്ഠ. എണ്ണയാഗിരണം ചെയ്യാൻ പ്രത്യേക കഴിവുള്ള കല്ലുകൾ കൊണ്ടാണ് വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. ജലാഭിഷേകം കഴിഞ്ഞാൽ വിഗ്രഹത്തിൽ എണ്ണയുടെ അംശമുണ്ടാവില്ല. ചതുർബാഹുവായി പത്മാസനത്തിൽ തപസ്സിരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ. പുറകിലത്തെ 2 കൈകളിലായി സുദർശന ചക്രവും ശംഖും പിടിച്ചിരിക്കുന്നു. മുൻപിലെ 2 കൈകൾ തപോമുദ്രയിലുമാണ്. ആദിത്യ ഭഗവാൻ തനിക്ക് കൂടുതൽ ശക്തി ലഭിക്കുന്നതിനായി മഹാമായയെ തപസ് ചെയ്യുകയും മഹാമായ പ്രത്യക്ഷപ്പെട്ട് ഉദയം മുതൽ 6.25 നാഴിക വരെ സകല ദേവതകളുടെയും ശക്തി ആദിത്യനിൽ ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. ഈ ഒരു തപസ്സിന്റെ ഭാവമാണ് സൂര്യദേവ പ്രതിഷ്ഠയിൽ. സൂര്യഭഗവാന്റെ ശ്രീകോവിലിനോട് ചേർന്ന് കിഴക്കോട്ട് ദർശനമായി ദുർഗാ ഭഗവതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കൂടാതെ ധർമ്മശാസ്താവും യക്ഷിയമ്മയും കൂടി ഉപദേവതമാരായുണ്ട്. ആദിത്യ ക്ഷേത്രമെങ്കിലും ഇവിടെ നവഗ്രഹ പ്രതിഷ്ഠയില്ല. ഞായറാഴ്ചയാണ് ഇവിടുത്തെ പ്രധാന ദിവസം. രക്തചന്ദനമാണ് ഇവിടെ പ്രസാദമായി നൽകുന്നത്. ത്വക്രോഗ ശമനത്തിന് ഇവിടുത്തെ രക്തചന്ദന പ്രസാദം വിശേഷമാണ്. ആദിത്യ പൂജ, ഉദയാസ്തമന പൂജ, എണ്ണ അഭിഷേകം, ഭഗവതി പൂജ തുടങ്ങിയവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പൂജകൾ. ഇതിൽ ആദിത്യ പൂജ നടത്തിയാൽ ത്വക്ക് കണ്ണ് സംബന്ധമായ രോഗങ്ങൾക്ക് ശമനമുണ്ടാകും. അടനിവേദ്യവും രക്തചന്ദന സമർപ്പണവുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. ഈ ക്ഷേത്രത്തിൽ കൊടിയേറ്റം നടത്തിയുള്ള ഉത്സവമില്ല. സന്താന പരമ്പരയുടെ ശ്രേയസ്സിനും രോഗശാന്തിക്കും വളരെ വിശേഷമാണ് സൂര്യക്ഷേത്രത്തിലെ കാവടിയെടുക്കൽ. രക്തചന്ദന കാവടിയാണ് ഏറ്റവും വിശേഷം. മലയാള മാസത്തിലെ മേടം, വൃശ്ചിക മാസങ്ങളിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് ഇവിടെ കാവടി സമർപ്പണം നടക്കുന്നത്. സൂര്യഭഗവാൻ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്ന മേടമാസത്തിലെ കാവടിക്കാണ് പ്രാധാന്യം. മരങ്ങാട്ടുമനയിലെ ഒരംഗം കാവടി എടുക്കണമെന്ന് നിർബന്ധമുണ്ട്. കണ്ണീരിന്റെ അതീശ ദേവനായിട്ടാണ് സൂര്യഭഗവാനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ നേത്രരോഗ നിവാരണത്തിന് ആദിത്യ ഭജനം ഉത്തമമാണ്.